നമസ്കാരം. ഇന്ന് മാർച്ച് 15, 2024 ലോക നിദ്രാ ദിനം. ഉറക്കത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഉറക്കം ഇല്ലായ്മ മൂലം ഉണ്ടാവുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള അവബോധം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് എല്ലാ വർഷവും ലോക നിദ്രാ ദിനം ആചരിക്കുന്നത്. എന്താണ് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ? ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ തൊണ്ടയ്ക്കും മൂക്കിനും പുറകുവശത്ത് ഉറങ്ങുന്ന സമയത്ത് തടസ്സം വരുന്നൊരു പ്രതിഭാസമാണ് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ. അപ്പോൾ ഈ ഒരു തടസ്സം വരുന്ന സമയത്ത് നമ്മുടെ ഓക്സിജൻ്റെ ലഭ്യത കുറവും ഉറക്കത്തിൻ്റെ ആഴം കുറയുകയും തന്മൂലം അമിതമായി പകലുറക്കം വരുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ. പുരുഷന്മാർ, തൈറോയിഡ് പ്രോബ്ലംസ് ഉള്ളവർ, അമിതവണ്ണമുള്ളവർ, ഇങ്ങനെയുള്ള ചില വ്യക്തികളിൽ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ കൂടുതലായി കണ്ടുവരുന്നുണ്ട്. ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? അമിതമായ കൂർക്കം വലി, രാത്രി ഉറങ്ങുന്ന സമയത്ത് ശ്വാസം നിലച്ചു പോകുന്നൊരവസ്ഥ, അമിതമായ പകലുറക്കം. ഇത് മൂന്നുമാണ് പ്രധാനമായും ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയയുടെ ലക്ഷണങ്ങൾ. സ്ലീപ്പ് അപ്നിയ രോഗം എങ്ങനെ നിർണ്ണയിക്കാം? സ്ലീപ്പ് സ്റ്റഡി എന്ന് പറയുന്നൊരു പരിശോധനയിലൂടെ നമുക്ക് സ്ലീപ്പ് അപ്നിയ വളരെ എളുപ്പത്തിൽ കണ്ടെത്താം. ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന വ്യത്യാസങ്ങൾ ഓവർനൈറ്റ് റെക്കോർഡിംഗ് മൂലം ഈ സ്ലീപ്പ് സ്റ്റഡിയിലൂടെ നമുക്ക് സ്ലീപ്പ് അപ്നിയ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് തിരിച്ചറിയാനാകും. സ്ലീപ്പ് അപ്നിയയുടെ ചികിത്സ എന്താണ്? CPAP എന്ന് പറയുന്ന മെഷീനാണ് പ്രധാനമായും സ്ലീപ്പ് അപ്നിയയ്ക്ക് ചികിത്സ. ചില വ്യക്തികളിൽ ഓറൽ അപ്ലയൻസസ് അല്ലെങ്കിൽ വായിൽ ഘടിപ്പിക്കുന്ന ചില ഉപകരണങ്ങൾ, മറ്റു ചില വ്യക്തികളിൽ സർജറി അല്ലെങ്കിൽ ഓപ്പറേഷൻ എന്നിവ സ്ലീപ്പ് അപ്നിയയ്ക്ക് ഉപകാരപ്രദമായിരിക്കും. പക്ഷേ അതിൽ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വരില്ല. പ്രധാനമായും CPAP എന്ന് പറയുന്ന മെഷീനാണ് സ്ലീപ്പ് അപ്നിയയുടെ പ്രധാന ചികിത്സാ മാർഗം. അപ്പോൾ ഈ ഒരു സ്ലീപ്പ് അപ്നിയയുടെ പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കുക, സ്ലീപ്പ് അപ്നിയയുടെ ലക്ഷണങ്ങൾ തിരിച്ചറിഞ്ഞ് എത്രയും പെട്ടെന്ന് അത് കണ്ടെത്തി അല്ലെങ്കിൽ രോഗം നിർണ്ണയിച്ച്